ഇതിപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങിപ്പോയല്ലോ. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ആയിപ്പോയി. നമുക്കിതെല്ലാം അടുത്ത പടത്തിന് നോക്കാം. എന്തായാലും ചെയ്ത ട്രാക്സ് ഒക്കെ ഒന്ന് അയക്കും. എൻ്റെ ഇമെയിൽ ഐ ഡി ഉണ്ട് സാർ. കാണാമെന്ന്. ശരി. പാട്ട് നന്നായിട്ടുണ്ടോ? എൻ്റെ പുതിയ പടത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. എന്തായാലും ഈ പടത്തിൽ ചാൻസ് ഇല്ല. താനേ അടുത്ത പടം പോകുന്നു വിളിക്കേ. എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഓക്കെ ശരി സാർ. സ്റ്റേ ഇൻ ടച്ച്. ബൈ. താങ്ക് യു സാർ. ഓക്കെ ബൈ. മേനോൻ സാർ എന്നും വരാൻ പറഞ്ഞിരുന്നു. എടോ അതിന്റെ പ്ലാനിങ് നടക്കുന്നേ ഉള്ളൂ. ഒന്നും സാർ പറയാറില്ല. ഒന്ന് കേട്ട് നോക്ക് സാർ. സാറിന് കേട്ടാൽ ഇഷ്ടപ്പെടും. സാർ ഈ പുതിയ പടത്തിന് ഞാനൊരു ട്രാക്ക് കമ്പോസ് ചെയ്തിട്ടുണ്ട്. സാർ ഈ CD ഒന്ന് കേട്ടോ. പ്രൊഡ്യൂസർ ആദ്യ സിനിമയ്ക്ക് താൻ എങ്ങനെ മ്യൂസിക് ചെയ്യും? താൻ ഒരു പ്രൊഡ്യൂസറും കൊണ്ട് പോവാ, എന്നിട്ട് നോക്കാൻ വേണോ വേണ്ടെന്ന്. സാർ തൽക്കാലം താൻ പോയേ. സാർ ഒന്ന് മനസ്സ് വെച്ചാൽ ആ കാണാം. ഇസ്മായിൽക്ക സാർ ദുബായിൽ നിന്ന് എത്തിയോ? സാർ ഒന്ന് കേട്ടോ സാർ പ്ലീസ്. നീ എന്താണ് ഫോൺ കണ്ടുപോയത്? മറന്നുപോയി പണ്ടാരം. മിസ് കോൾസിന്റെ ചാകരയായിരുന്നു. ദേ 22 മിസ് കോളോ? അൺനോൺ നമ്പർ. ഹലോ ഹർഷ, ഇവരെന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുക. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. അഡ്രസ് ഞാൻ ഇപ്പൊ തന്നെ SMS ചെയ്യാം. നീ എവിടേക്ക് രാത്രി? ഞാനിവിടെ കൊല്ലും. വിടറാ. എടാ സമാധാനമായി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോകാം. എല്ലാവരും? ആരെല്ലാവരും? ഒരാളുണ്ട്. എനിക്കന്നേ തോന്നിയിരുന്നു ഇതിലെന്തോ ഉടായിപ്പുണ്ടെന്ന്. നിങ്ങൾക്കത് മനസ്സിലായില്ല. ഈ കാർന്നോന്മാർക്കൊരു വിചാരമുണ്ട്, അവരെല്ലാം തികഞ്ഞവരാന്ന്. ബാക്കിയുള്ളവരൊന്നും അറിയാത്തവരും. എന്നാലോ എല്ലാ ഉടായ്പകളും അവർ ചെയ്യുകയും ചെയ്യും. ഡാ, നീ പഴയ TG രവിയുടെ പടങ്ങളൊന്നും കണ്ടിട്ടില്ലേ? എന്റെ പൊന്ന് നിന്നി, നീ ഒന്ന് മിണ്ടാതിരി. മനുഷ്യൻ ഇവിടെ ടെൻഷൻ അടിച്ച് പണ്ടാറടങ്ങിയിരിക്കുമ്പോൾ അവളുടെ ഞാൻ ഓടുക. പറഞ്ഞതിൽ എന്താ തെറ്റ്? ഞാൻ അന്നേ പറഞ്ഞതാ, നിങ്ങൾ രണ്ടാളും പോയി സംസാരിച്ച് തീർക്കാന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് എന്തായി? നിങ്ങൾക്കൊന്നും ഒരു ചുക്കും അറിയില്ല.